ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ ശ്യാമയെ പരിശോധിച്ച ഡോക്ടർ അശ്വതിയോട് എത്രയും പെട്ടെന്ന് ബ്ലഡ് റെഡിയാക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ പോരെ എന്നൊക്കെ ചോദിക്കുകയാണ് ഡോക്ടർ. ഡോക്ടർ പോയതിനു ശേഷം അശ്വതി വിചാരിക്കുന്നുണ്ട്, സോഷ്യൽ മീഡിയയിൽ ഈ കാര്യം അറിഞ്ഞാൽ ശ്യാമയ്ക്ക് ഇഷ്ടപ്പെടത്തില്ല, അതുകൊണ്ട് അതൊന്നും പറ്റത്തില്ല എന്നൊക്കെ വിചാരിക്കുന്നു. ഐശ്വര്യയും മാലിന്യം കിട്ടുന്നുമില്ല. എന്തായാലും വേറെ ആരെയോ അശ്വതി ഫോൺ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അശ്വതി ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വിനയ് പ്രസാദ് രാധികയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട്. അശ്വതി രാധികയെ കാണുന്നില്ല. രാധികയെ ഡോക്ടർ പരിശോധിക്കുന്നുണ്ട്. എന്തു പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവിടേക്ക് ശ്യാമയെ പരിശോധിക്കുന്ന ഡോക്ടർ വന്നിട്ട് രാധികയെ പരിശോധിക്കുന്ന ഡോക്ടറിനോട് പറയുന്നുണ്ട്, ആ പേഷ്യന്റിനാണെങ്കിൽ ഇതുവരെയും ബ്ലഡ് റെഡി ആയിട്ടില്ല, നമ്മൾ കൂടെ ഒന്ന് അന്വേഷിക്കണമെന്നൊക്കെ പറയുന്നു. ഡോക്ടർ അങ്ങനെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. രാധികയും വിനയ് പ്രസാദ് മേഡവും ചോദിക്കുന്നുണ്ട് ആരുടെ കാര്യമാണെന്ന്. ഡോക്ടർ അപ്പോൾ പറയുന്നുണ്ട്, ഗായിക ശ്യാമ മേഡം ആക്സിഡന്റിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്, അവർക്കാണ് എമർജൻസി ആയിട്ട് ബ്ലഡ് വേണ്ടതെന്ന് പറയുന്നു. AB നെഗറ്റീവ് ബ്ലഡ് ആണ് വേണ്ടതെന്ന് പറയുന്നു. അത് കേൾക്കുമ്പോൾ രാധിക പറയുന്നുണ്ട്, ഞാൻ ബ്ലഡ് കൊടുക്കാം, എന്റെ ബ്ലഡ് ആ ഗ്രൂപ്പ് തന്നെയാണെന്ന് പറയാണ്. ഡോക്ടർ അപ്പോൾ പറയുന്നുണ്ട്, രാധികയ്ക്ക് പ്രശ്നമില്ലെങ്കിൽ ബ്ലഡ് കൊടുക്കാമെന്ന്. രാധിക കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് രാധിക ശ്യാമയ്ക്ക് ബ്ലഡ് കൊടുക്കുകയാണ്. ഒരുപാട് സന്തോഷത്തോടെയാണ് ബ്ലഡ് കൊടുക്കുന്നത്. ശ്യാമയുടെ പാട്ടിനെ കുറിച്ചൊക്കെ രാധിക അപ്പോൾ ആലോചിക്കുന്നുണ്ട്. രാധിക ബ്ലഡ് ഒക്കെ കൊടുത്തതിന് ശേഷം വെളിയിലേക്ക് വരുന്നു. വിനയ് പ്രസാദിനോട് പറയുന്നുണ്ട്, എനിക്ക് ശ്യാമ മേഡത്തെ കാണണമെന്നുണ്ടെന്ന്. വിനയ് പ്രസാദ് പറയുന്നുണ്ട്, നമുക്ക് ഡോക്ടറിനോട് ചോദിച്ചു നോക്കാമെന്നൊക്കെ. ശ്യാമയെ പരിശോധിക്കുന്ന ഡോക്ടറിനോട് ചോദിക്കുന്നുണ്ട്, ശ്യാമയെ ഒന്ന് കാണിക്കുമോ എന്ന്. ഡോക്ടർ അപ്പോൾ പറയുന്നുണ്ട്, ഇപ്പൊ കാണാൻ പറ്റത്തില്ല, കുറെ നേരം കൂടെ വെയിറ്റ് ചെയ്യണമെന്ന് പറയുന്നു. അത്രയും സമയം വരെ വെയിറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് രാധികയും വിനയപ്രസാദും അവിടെ നിന്ന് പോവുകയാണ്. ഡോക്ടറിന്റെ അടുത്തേക്ക് അശ്വതി വരുന്നുണ്ട്. അശ്വതി ഡോക്ടറിനോട് ചോദിക്കുന്നുണ്ട്, ശ്യാമയ്ക്ക് ആരാണ് ബ്ലഡ് കൊടുത്തതെന്ന്. ഡോക്ടർ അപ്പോൾ പറയുന്നുണ്ട്, ഇപ്പൊ ആ കുട്ടി അങ്ങോട്ട് പോയതേ ഉള്ളൂ, ശ്യാമയുടെ മുഖഷേപ്പുള്ള ഒരു കുട്ടിയായിരുന്നു എന്ന് പറയുന്നു. അശ്വതി അപ്പോൾ ഉടനെ തന്നെ രാധികയെ കാണാൻ വേണ്ടി ഓടുന്നുണ്ട്. പക്ഷെ കാണാൻ പറ്റുന്നില്ല. അപ്പോഴേക്കും അവർ പോയിരുന്നു. അശ്വതി അപ്പോൾ വിചാരിക്കുകയാണ്, ശ്യാമയുടെ മകൾ തന്നെയായിരിക്കുമോ ശ്യാമയ്ക്ക് ബ്ലഡ് കൊടുത്തതെന്നൊക്കെ. ശേഷം കാണിക്കുന്നത് തിരുമേനിയും യശോദയുമാണ്. രണ്ടുപേരും രാധികയോർത്ത് വിഷമിച്ചിരിക്കുകയാണ്. ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത്, അവള് ചാകാനൊന്നും പോകുന്നില്ല, നമ്മളെയൊക്കെ കൊന്നിട്ടേ അവള് ചാകത്തുള്ളൂ എന്നൊക്കെ പറയാണ്. അവൾക്ക് സിനിമാക്കാരുടെ കൂടെ കറങ്ങാൻ കിട്ടിയ ചാൻസ് അല്ലേ, അതുകൊണ്ട് അവൾ കറങ്ങിയിട്ടൊക്കെ വരുമായിരിക്കത്തുള്ളൂ എന്നൊക്കെ പറയുന്നു. തിരുമേനി പറയുന്നുണ്ട്, എന്തായാലും ഞാൻ ഹോസ്പിറ്റൽ വരെ പോയി നോക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങുമ്പോഴേക്കും പെട്ടെന്ന് ഒരു കാറ് വന്ന് നിൽക്കുന്നു. അതിൽ നിന്നും രാധിക ഇറങ്ങി വരുന്നുണ്ട്. രാധികയെ കാണുമ്പോൾ അച്ഛനും അമ്മയ്ക്കും സന്തോഷമാകുന്നുണ്ട്. മുത്തശ്ശി ദേഷ്യപ്പെടുന്നുണ്ട്, നീ എന്തോ എല്ലാവരെയും രക്ഷിക്കാൻ പോയിരിക്കുകയാണോ, നിനക്ക് വേറെ പണിയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ്. വിനയപ്രസാദം കാറിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് മോളെ വഴക്ക് പറയുന്നതെന്നൊക്കെ. അവൾ നല്ലൊരു കാര്യമല്ലേ ചെയ്തത്, എന്റെ ജീവൻ രക്ഷിക്കാനല്ലേ നോക്കിയത്, അവൾ ഒരു പുണ്യപ്രവൃത്തിയല്ലേ ചെയ്തതെന്നൊക്കെ പറയുന്നു. അവൾ ഇന്നത്തെ ദിവസം ഒരു ജീവനല്ല 2 ജീവനാണ് രക്ഷിച്ചത്. ശ്യാമയ്ക്കാണെങ്കിൽ ബ്ലഡ് കൊടുത്ത കാര്യവും പറയുന്നുണ്ട്. ഇങ്ങനെ ഒരു മകളുടെ അച്ഛനും അമ്മയും ആയതിൽ നിങ്ങൾക്ക് അഭിമാനിക്കാമെന്നൊക്കെ പറയുന്നു. വിനയ് പ്രസാദ് പറയുന്നത് കേൾക്കുമ്പോൾ മുത്തശ്ശിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. മുത്തശ്ശി ദേഷ്യപ്പെട്ട് പറയുകയാണ്, ഇവളാണെങ്കിൽ ഇവരുടെ മകളൊന്നുമല്ലെന്നൊക്കെ. ഇവളുടെ അച്ഛനും അമ്മയും ആരാണെന്ന് പോലും അറിയത്തില്ല, ഇവളെ ഇവിടെ വളർത്തിയതാണെന്നൊക്കെ പറയുന്നു. തിരുമേനി അപ്പോൾ പറയുന്നുണ്ട്, എനിക്കും യശോദയ്ക്കും അങ്ങനെയല്ല, ഇവൾ ഞങ്ങളുടെ പൊന്നുമകൾ തന്നെയാണെന്നൊക്കെ പറയുന്നുണ്ട്. വിനയ് പ്രസാദ് പറയുന്നുണ്ട്, എനിക്കുറപ്പുണ്ട് ഈ മകള് കാരണം നിങ്ങൾ ഒരുപാട് അഭിമാനിക്കേണ്ടി വരുമെന്ന്. അങ്ങനെ പറഞ്ഞിട്ട് വിനയ് പ്രസാദ് അവിടെ നിന്നും പോകുന്നു. അവർ പോയതിനു ശേഷം തിരുമേനിയും യശോദയും മുത്തശ്ശിയെ വഴക്ക് പറയുന്നുണ്ട്, ഒരാളോട് ഇങ്ങനെയാണോ പെരുമാറുന്നതെന്നൊക്കെ ചോദിച്ചിട്ട്. ആ സ്ത്രീ എത്ര വലിയ ആളാണ്, എന്നിട്ട് നമ്മളോട് എത്ര മാന്യമായിട്ടാണ് പെരുമാറിയത്, അമ്മ എങ്ങനെയാണ് പെരുമാറിയെന്നൊക്കെ ചോദിക്കുന്നു. രാധികയുടെ അച്ഛനെ അമ്മയെ കുറിച്ചും ഒന്നും അവർ ചോദിച്ചില്ലല്ലോ, പിന്നെ എന്തിനാണ് ഇങ്ങനെയൊക്കെ പെരുമാറിയെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ്. മുത്തശ്ശി അപ്പോൾ പറയാണ്, എന്റെ കുടുംബത്തിന്റെ എന്റെ കുലത്തിന്റെ പേരിൽ അവൾ അങ്ങനെ ഫേമസ് ആകണ്ട, അങ്ങനെ ഫേമസ് ആകുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്നു. തിരുമേനിയും യശോദയും രാധികയുടെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, മോൾക്ക് സങ്കടമായോ എന്ന്. രാധിക അപ്പോൾ പറയുന്നുണ്ട്, എനിക്ക് ഒരു സങ്കടവുമില്ല, ഇന്ന് എനിക്ക് ഒരുപാട് സന്തോഷമായ ദിവസമാണെന്ന് പറയുന്നു. എനിക്ക് ശ്യാമ മേഡത്തിന് ബ്ലഡ് കൊടുക്കാൻ പറ്റിയില്ല, അതെനിക്ക് ഒരുപാട് സന്തോഷമായി എന്നൊക്കെ പറയുന്നു. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക് യു.